ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, ഞാൻ ഈ രഹസ്യം പണ്ട്, രഹസ്യം എന്ന് പറഞ്ഞാൽ യോഗം, ഈ ജ്ഞാനം പണ്ട് ഞാൻ സൂര്യന് ഉപദേശിച്ചിരുന്നു. സൂര്യൻ അത് മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. ഇക്ഷ്വാകു തുടർന്നു വന്ന രാജാക്കന്മാർക്കൊക്കെ ഉപദേശിച്ചു. ഇങ്ങനെ രാജർഷികളാൽ ഇത് പരമ്പരയാൽ നിലനിന്നിരുന്ന ഈ സത്യം, യോഗം, അത് കാലം കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയം, ഇത് അവ്യയമായിട്ടുള്ള യോഗമാണ്, ച്യുതിരഹിതമാണ്, ഇത് നശിക്കാത്തതാണ്. അപ്പോൾ ഇത് നശിക്കാത്തതായിട്ടുള്ള ഒരു യോഗത്തെ, ഒരു സത്യത്തെ ഭഗവാൻ അവതരിപ്പിച്ചു. പണ്ട് സൂര്യന് ഉപദേശിച്ചു, പിന്നെ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ യോഗോ നഷ്ടപരന്തപ എന്ന് പറയുന്നത്, അർജുന, നിൻ്റെ ഈ സമയത്ത്, ഈ കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് നഷ്ടപ്പെടാത്തത് എന്ന് പറയുന്ന അതിലൊരു ലോജിക്കില്ലല്ലോ. അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. തീർച്ചയായിട്ടും ആ സംശയം വളരെ ന്യായമാണ്. അത് ചിന്ത ചെയ്യേണ്ടതുമാണ്. എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് ഒരു ഫിലോസഫി പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു കുട്ടികളോട് പറഞ്ഞു, പഠിപ്പിച്ച കുട്ടികളോടൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിൽ പകുതിയും അത് ശരിയായിട്ടുള്ള കാര്യമല്ല, തെറ്റായിരുന്നു എന്നോട് പകുതി. എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് പറഞ്ഞത്. 2 വസ്തുതകൾ പറയാനുണ്ട്, എന്നിട്ട് എനിക്ക് ഒരു ക്ഷമാപണം നടത്താനുണ്ട്. ഇവർ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിൽ പകുതിയും അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, തെറ്റാണത് പകുതി. അതാണ് ആദ്യത്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ പകുതി ഏതാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനും അറിയില്ല, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു ഫിലോസഫി പ്രൊഫസറുടെ ഒരു അവസ്ഥയിലാണോ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് അർജുനൻ്റെ സംശയം. അപ്പോൾ അർജുനൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുനൻ ചോദ്യം ചെയ്യുന്നത്, ഇത് ഈ സൂര്യൻ ഉപദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ, അങ്ങ് എന്നാ ജനിച്ചത്, സൂര്യൻ എന്നാ ജനിച്ചത്? ഏതോ കാലത്ത് ഉള്ള സൂര്യന് അങ്ങ് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ സംശയം അങ്ങോട്ട് തീർത്തു പോകണം. ഏത് സംശയം? അവ്യയവും ച്യുതിരഹിതവും നാശരഹിതവുമായിട്ടുള്ള ഈ യോഗത്തെ, സത്യത്തെ അർജുനൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഉപദേശിച്ച് വന്നിട്ട് ഇവിടുന്ന് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അത് നഷ്ടപ്പെടുന്നതാണോ ഇത്? അപ്പോൾ പിന്നെ നഷ്ടപ്പെടാത്തത്, നശിക്കാത്തത് എന്ന് പറയുന്ന അതെങ്ങനെ ചേരും? ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതൊരു സർവനാശത്തിലേക്ക് പോയി എന്നല്ല, ഇത് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്നല്ല. പ്രവൃത്തി പദത്തിൽ ഇതിനെന്തുണ്ടായിട്ടുണ്ട്? ഇതിന് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ ഇവിടെ പറയും. തൊട്ട് മുമ്പ് ഭഗവാൻ ഇതിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നടപ്പിൽ വരുത്താൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ധൂമേന ആവ്രിയതേ വന്യഹി യഥാദർശോ മലേന ച യഥോൽഭേൻ ആവൃതോ ഗർഭ തേനേതമാവൃതം ജ്ഞാനം ജ്ഞാനിന നിത്യവൈരിണ. ജ്ഞാനിയെ സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ച് ഈ യോഗം, ഈ ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മറയപ്പെട്ടിരിക്കുന്നത്? 3 ഇടങ്ങളിൽ അത് മറഞ്ഞിരിക്കുന്നു. ബുദ്ധിയിൽ, മനസ്സിൽ, ഇന്ദ്രിയങ്ങളിൽ. അപ്പോൾ കനൽക്കട്ടയിലെ ചാരം കൊണ്ട് അഗ്നി മറയപ്പെട്ടതുപോലെ
എന്ന് പറഞ്ഞാൽ അഗ്നി ഇല്ല എന്നല്ല, അഗ്നി നശിച്ചുപോയി എന്നല്ല, മറഞ്ഞിരിക്കുക. അതുപോലെ കണ്ണാടി അഴുക്കിനാൽ കണ്ണാടിയുടെ പ്രതിബിംബിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതുപോലെ തുടച്ചാലേ ശരിയാവുന്നതാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ പുറത്തേക്കുള്ള വരവ് കാലം കൊണ്ടത് സംഭവിക്കേണ്ടതാണ്. സമയം അതിന് ഒരു അനിവാര്യ ഘടകമാണ്. അങ്ങനെ പറഞ്ഞ് നീ അതുകൊണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ അടക്കി ഈ മനോബുദ്ധികളിൽ നിന്ന് ഈ ജ്ഞാനത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനത്തെ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത ആശയങ്ങളുടെ തുടർച്ചയാണ്. അത് അതുപോലെ തന്നെ മനസ്സിലാക്കി വരണം. ഒരേ കാര്യത്തിൽ വ്യത്യസ്തമായ ഭാവത്തിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്യും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്കായാൽ മാത്രമേ ബാക്കിയെല്ലാം ക്ലിക്കാവുള്ളൂ. അതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് പരമ്പരയാൽ ഇത് സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഇക്ഷ്വാകുവിന് പാരമ്പര്യം എന്ന് പറയുമ്പോൾ സൂര്യൻ നമ്മളെ സംബന്ധിച്ച് ഇത് നിലകൊള്ളുന്നത് സൂര്യൻ ബുദ്ധിസ്ഥാനീയനാണ്. ഈ ബുദ്ധിയിലേക്ക് ഇത് വരണമെങ്കിൽ ഭഗവാന്റെ ഉപദേശമായിട്ട് ധർമ്മശാസ്ത്രങ്ങളിലൂടെ ഗുരുവാക്യങ്ങളിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത്. അറിവുള്ളവർ, ജ്ഞാനികളായിട്ടുള്ളവർ ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും നമുക്ക് പകർന്നു കിട്ടുന്ന നമ്മുടെ ഒരു ഔട്ട്സോഴ്സ് ഉണ്ട്. അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ പറഞ്ഞ ഭഗവാൻ. ആ ഭഗവാൻ സൂര്യൻ ഉപദേശിച്ചു. സൂര്യൻ ഇത് മനുവിന് ഉപദേശിക്കുന്നു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിക്കുന്നു. ഈ 3 പേര് ആരാണ്? നമ്മളിൽ മനു മനസ്സ് തന്നെയാണ്. ഇക്ഷ്വാകു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, നടപ്പിൽ വരുത്തുന്നവരാണ്. രാജാക്കന്മാരുടെ ജോലി എന്താ? അത് നടപ്പാക്കുന്നവരാണ്. അതുകൊണ്ട് ക്ഷത്രിയൻ എന്ന് പറയുന്നത് നടപ്പാക്കുന്ന ആൾക്കാരാണ്. നമ്മളിൽ ഇത് നടപ്പാക്കുന്ന ആരാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, കരചരണങ്ങളാണ്. അപ്പോൾ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അതാണ് ഭഗവാനും അർജുനനും കുതിരകളും. കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ വിഷയം, ശബ്ദസ്പർശ രൂപഗന്ധാദികൾ. പിന്നെ മനസ്സാകുന്ന കടിഞ്ഞാണുണ്ട്. അത് ഇരിക്കുന്നത് ഡ്രൈവറാകുന്ന ബുദ്ധിയുടെ കയ്യിലാണ്. ആത്മസ്ഥാനീയനായിട്ട് രഥത്തിൽ അർജുനനാണ്, കാരണം അർജുനൻ്റെയാണ് ഉടമ. കൽപ്പന പറയുന്ന സമയത്ത് അർജുനനും കൃഷ്ണനും ഇല്ല. അപ്പോൾ അർജുനനാണോ കൃഷ്ണനേക്കാൾ വലുത് എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. നമ്മൾ ചിത്രത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി പറയുന്നതാ. അവിടെ ആര് വലുത് ആര് ചെറുത് എന്നുള്ളതില്ല. രഥത്തിൻ്റെ ഓണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നതാണ്. കാരണം അർജുനൻ്റെ രഥമാണ് കൃഷ്ണൻ ഡ്രൈവറായിട്ട് ഓടിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ ശരീരം രഥമാണ്. അത് വാസ്തവത്തിൽ ആരുടേതാണ് രഥം എന്ന് ചോദിച്ചാൽ ഈ വിശ്വവിധാതാവിൻ്റേതാണ്. അത് നിങ്ങൾ ഈ ശിവകാശിയിൽ ഉണ്ടാക്കിയ ഒരു കലണ്ടറിലെ കൃഷ്ണനെയൊന്നും കണ്ട് പരിഭ്രമിക്കേണ്ട, കൃഷ്ണൻ്റെ ആണെന്ന്. ചിലർക്ക് അതൊക്കെ കേൾക്കുമ്പോഴാണ് കുറച്ച് വിഷമം ഉണ്ടാവുന്നത്. അപ്പം ബുദ്ധി നമുക്കിത് നഷ്ടപ്പെടുന്നത് എവിടെയാ? ഈ സങ്കേതങ്ങളിലാണ്. ഒരു സമയം ഒരു സംഗതി കൃത്യമായി ബുദ്ധിയിൽ ഉദിക്കുക, അത് മനസ്സ് വഴി ഇന്ദ്രിയങ്ങൾക്ക്, കൈകൾക്ക്, കാലുകൾക്ക് ഒക്കെ വിവരങ്ങൾ കൈമാറുക, അതിനനുസരിച്ച് കാര്യങ്ങളെ ചെയ്യുക. ഈ കറക്കി കുത്ത് വരുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പോയാൽ പോട്ടെ എന്നുള്ളത്. മറ്റത് എന്താണ്? വ്യക്തമായ ബോധ്യമാണ്. അപ്പം ഇതാണ് സൂര്യനും മനുവും ഇക്ഷ്വാകുവും തമ്മിലുള്ള ബന്ധം. ഇനി അത് വ്യക്തമാക്കി ഭഗവാൻ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഇതിലേക്ക് വരാൻ പോവുക. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്കൊരു സംശയം തീർക്കേണ്ടതുണ്ട്. ചിലർ ഈ സംശയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. ആ പ്രഭാഷണത്തിൻ്റെ അടിയിൽ നിങ്ങൾ ആ സംശയം ചോദിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ പറയാൻ വിട്ടുപോയാൽ
അത് ഓർമ്മിപ്പിക്കുകയും നിങ്ങൾക്ക് ആ ജിജ്ഞാസ ഉണ്ടാവുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ, അതിൻ്റെ ആ ഗൗരവത്തിൽ പഠിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അർജുന ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തഭ. എനിക്കും നിനക്കും അനേക ജന്മങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനതറിയുന്നു, നീ അതറിയുന്നില്ല. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദേശത്തുണ്ടായി ഒരു കാലത്ത് ചുരുങ്ങിയ കാലയളവിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളെന്ന നിലയിലല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് എവിടെ നിന്നാ? ബോധം എന്ന് പറയുന്ന ആ സത്യത്തിൽ നിന്ന് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇതാണ് ഈ വ്യാവഹാരികവും പാരമാർത്ഥികവും, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഈ വ്യാവഹാരികവും പാരമാർത്ഥികവും നമ്മൾ വ്യവഹാരത്തിൽ, അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നന്നായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, അതെന്താണ് ആ സത്യം? അത് പാരമാർത്ഥിക സത്യമാണ്. ഭൂമി ഉരുണ്ടതാണ്. നമുക്കത് അങ്ങനെ ഉരുണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഉരുണ്ടതായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ വേറൊരു ഗ്രഹത്തിലൊക്കെ പോകണം. ഈ ഉൾക്കടലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടും. എന്നാലും നമ്മൾ ഉൾക്കടലിൽ പോയി കപ്പലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, വേറെ ഒന്നും കാണൂല. അപ്പോൾ ഇതിനൊരു ഉരുണ്ട പ്രതീതിയുണ്ട്. എവിടെയെങ്കിലും ഇതൊരു ഉരുണ്ട പ്രതീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ നിന്നും ഇത് കാണാം. അങ്ങനെ ഉരുണ്ടതായിട്ട് തോന്നില്ല. ബാക്കി എല്ലായിടത്തും ഇത് പരന്നതാണ്. നമ്മുടെ ഒരു അനുഭവം പറയുന്നതാണ്, നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിൽ ലോങ് ജേണി നടത്തുമ്പോൾ, ഇപ്പോൾ അമേരിക്കയിലേക്ക് അവിടേക്കൊക്കെ വരുമ്പോൾ, ദൂരേക്ക്, വളരെ ദൂരേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ ഇതിൽ തന്നെ ഇവർ തന്നെ നമുക്ക് സിനിമ കാണാനും അതിനും ഇതിനൊക്കെ ഉള്ള സ്ക്രീൻ ഉണ്ടല്ലോ. അതിൽ ഇത് എങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ക്യാമറയും ഫ്ലൈറ്റ് ഏത് പൊസിഷനിലാണ്, ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്യാമറ വിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാം. അതിപ്പോൾ നമ്മൾ ഗ്ലോബിൽ കാണുന്നത് പോലെ തന്നെയാണ്, പക്ഷേ അത് നമുക്ക് ഒരു റിയൽ ക്യാമറ വഴി അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയിൻ്റായിട്ട് ഇതിങ്ങനെ, അത് നീങ്ങുന്നതൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു പോയിൻ്റായിട്ട് ഇതിങ്ങനെ. പിന്നെ അവർ സ്കെച്ച് കൊടുത്തിട്ടുണ്ടാവും, ഇന്നിടത്തുനിന്ന് നമ്മൾ ഇന്നിടത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു ലൈന്. അപ്പോൾ അതിലിത് എവിടെ എത്തി എന്നുള്ളതുണ്ടാവും. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഇതൊരു ഉരുണ്ടതിൻ്റെ ഒരു പ്രതീതി ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഇതിങ്ങനെയാണല്ലോ എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ വ്യാവഹാരികമായ ഒരു സത്യവും പാരമാർത്ഥികമായ മറ്റൊരു സത്യവും ഉണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഉദയവും അസ്തമയവും കാണുന്നവരാണ് നമ്മൾ. ഉദയാസ്തമയത്തിൽ കവിത ഒക്കെ രചിക്കുന്നവരും ചിത്രം വരയ്ക്കുന്നവരുമാണ്. പക്ഷെ അത് വാസ്തവമാണോ? പാരമാർത്ഥിക തലത്തിൽ അത് വാസ്തവമല്ല. അപ്പം സൂര്യൻ പറഞ്ഞാലോ, ഞാൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന്. അപ്പോൾ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എടുക്കുക? അതുപോലെ ഭഗവാൻ പറയുകയാണ്, എന്താ പറയുന്നത്? നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പല നാമരൂപാദികളായി പ്രകടമായിട്ടുണ്ട്, നമ്മളറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഞാൻ അറിയുന്നു, നീ അറിയുന്നില്ല എന്ന് പറയുമ്പം നിനക്കും അതറിയാം. നിനക്കത് അറിയണമെങ്കിൽ നീ കേവലം നാമരൂപാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലത്തുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുമെന്ന് കരുതുന്ന ശരീരവുമായി ബന്ധപ്പെട്ടാണ് നീ നിന്നെ വിലയിരുത്തുന്നതെങ്കിൽ സാധ്യമല്ല അർജുന. അപ്പം അങ്ങനെ അത് സാധ്യമാണോ? സാധ്യമാണ്. അവിടേക്ക് നമ്മളിപ്പോൾ ഓരോ രീതിയിൽ നമ്മളെ വിലയിരുത്തുന്നില്ലേ? ഞാൻ ഇന്ന ആളാണ് എന്ന് നമ്മൾ ജാതിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പറയും ഞാൻ
ഇന്ന ജാതിക്കാരനാണ്. മതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഞാൻ ഇന്ന മതസ്ഥനാണ്, ഞാൻ തടിച്ചവനാണ്, നീളം കൂടിയവനാണ്, കുറഞ്ഞവനാണ്, കറുത്തവനാണ്, വെളുത്തവനാണ്, ഞാൻ വക്കീലാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സ്വാമിയാണ്, ഞാൻ ദരിദ്രവാസിയാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ രോഗിയാണ്, ദുഃഖിതനാണ്, സന്തോഷവാനാണ്. ഇതൊക്കെ ഏത് നിലയിലാണ് നമ്മൾ പറയുന്നത്? പലതുമായി നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതൊന്നും ശാശ്വതവുമല്ല. ഈ ദരിദ്രവാസിയാണെന്ന് പറയുന്ന ആൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദരിദ്രവാസിയാണോ അയാൾ? സമൂഹം അയാളെ അങ്ങനെ കാണും, കോടീശ്വരൻ എന്നാണ് കാണുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൃഷ്ണൻ ഇത് പറയുമ്പോൾ നമ്മൾ ഉടനെ ശിവകാശി കലണ്ടറിൽ ഒരു കൃഷ്ണനെ കണ്ടിട്ടുണ്ട്, അമർ ചിത്രകഥയിൽ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ആ കൃഷ്ണൻ എങ്ങനെ ഇത് പറയണു? അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇതിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടെങ്കിലേ അത് മനസ്സിലാവും ഏത് കോണ്ടസ്റ്റിലാണ് ഇത് പറയുന്നത്, എവിടെ നിന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇനി തുടർന്ന് പറയുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ വരികയാണ്. 6-ാമത്തെ ശ്ലോകം. അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. അഹം സംഭവാമി ആത്മമായയാ. അഹം, ഞാൻ. എങ്ങനെയുള്ള ആളാണ്? അജഹ, ഞാൻ ഒരിക്കലും ജനിക്കാത്തവനാണ് വാസ്തവത്തിൽ. അപ്പം നോക്കൂ, ഞാൻ ജനിക്കാത്തവനാണ്. ഓം അജായ നമഃ കൃഷ്ണൻ്റെ അഷ്ടോത്തര നാമാവലിയിലൊരു നാമമാണ്, സഹസ്രനാമത്തിലൊക്കെ ഉള്ളതാണ്. അതെല്ലാ ദേവതകൾക്കും ഉണ്ടാവും നാമാവലിയിൽ. അജായ നമ എല്ലാ മഹാത്മാക്കൾക്കും ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പം ഓം അജായ നമഃ എന്ന് പറയാം. ജനിക്കാത്തവൻ. ഏത് രൂപത്തിൽ? തൽക്കാലം രൂപനാമാദികളോട് കൂടുമ്പോൾ നമുക്ക് ജന്മം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിലോ നമ്മൾ ജനിച്ചിട്ടില്ല. ജനിച്ചവൻ എന്തുണ്ട്? മരണമുണ്ട്. ഇതെന്താണ്? മരിക്കാത്തതാണ്. അപ്പം ശരീരത്തിൻ്റെ നാശം എന്ന് പറയുന്നത് ഇതിൻ്റെ നാശമല്ല, ജീവൻ്റെ നാശമല്ല. ജീവോ നമ്രിയതേ, ജീവൻ മരിക്കുന്നില്ല. അപ്പം ഞാൻ ആര് എന്നുള്ളിടത്താണ് എൻ്റെ മരണവും ജനനവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഞാൻ ശരീരമാണെന്ന് പറയുമ്പോൾ ഞാൻ മരിക്കും, ഉറപ്പാണ്. അപ്പോൾ അഹം അജഹ, ഞാൻ അജനാണ്. അവ്യയാത്മാ, വ്യയമില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ നാശരഹിതനാണ്, ച്യുതിയില്ലാത്തവനാണ്. അങ്ങനെയാണെങ്കിലും അജഹ അവ്യാത്മാ അഭിസന്ന് ഭൂതാനാം ഈശ്വര സൻ അഭി, ഈ ഭൂതങ്ങളുടെ മുഴുവൻ ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠൻ എന്നാണ് ആ ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ഒരു ഘടകമുണ്ട്. ഈ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് സമയം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിറകിലെ ഒരു കാരണം, ദ അൾട്ടിമേറ്റ് കോസ് എന്ന് നമ്മൾ സയൻസിൽ പറയുന്ന ആ കാരണം, അതിനാണ് ഈശ്വരൻ എന്ന്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠൻ എന്നാണ്, ഇതിൻ്റെയൊക്കെ നിയന്താവ് എന്നാണ്. ഭൂതാനാം ഈശ്വര, ഈ ഭൂതങ്ങളുടെ, ഇപ്പോൾ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂതപ്രേത പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭൂതം എന്ന് പറഞ്ഞാൽ സത്തായാം, ഭൂസത്തായാം, ഉണ്ടായത് എന്തോ അതൊക്കെയാണ് ഭൂതം. അപ്പോൾ ഈ ഭൂതങ്ങളുടെ മുഴുവൻ ഈശ്വര സൻ അഭി ആണെങ്കിലും സ്വാം പ്രകൃതിം അധിഷ്ഠായ, എൻ്റെ പ്രകൃതിയെ ആശ്രയിച്ചിട്ട്, ഭഗവാന്റെ ഒരു പ്രകൃതിയുണ്ട്, എന്താന്ന് പറയാൻ പോവാം. അധിഷ്ഠായ ആത്മമായയ, എന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മായ, ആത്മമായയ സംഭവാമി, ഞാൻ ജനിക്കുന്നു, സംഭവിക്കുന്നു. അപ്പം മായയിൽ ഞാൻ ജനിക്കുന്നു, ആത്മമായയിൽ ഞാൻ സംഭവിക്കുന്നു. എന്തിന് ജനിക്കുന്നു പറയണു? സനാതന ധർമ്മ പരിരക്ഷയ്ക്കായിക്കൊണ്ട്
ഞാൻ ജനിക്കുന്നു. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് മങ്ങലേൽക്കുന്നത്, അതിൻ്റെ പൂർണ്ണ രക്ഷ അനിവാര്യമായി വരുന്നത്, ആ സമയത്ത് ഞാൻ ജനിക്കുന്നു. എങ്ങനെ ജനിക്കുന്നു, എവിടെ ജനിക്കുന്നു, എന്നിട്ട് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഈ ജനിച്ചത്, ഏത് ആശുപത്രിയിലാണ് ജനിച്ചത്, ഇങ്ങനെ ജനിച്ച ആരെങ്കിലും ഒരു ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അവരുടെ എന്താ പറയുക പ്രസവം എടുത്ത നേഴ്സുണ്ടോ, ഡോക്ടറുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുക. വരട്ടെ, അതിന് ഉത്തരം പറയുന്നുണ്ട്. നാലാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. ഈ മന്ത്രം, ശ്ലോകം എന്താ ഈ മന്ത്രവും ശ്ലോകവും തമ്മിൽ? മന്ത്രം എന്ന് പറഞ്ഞാൽ മനനത്തിലൂടെ നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നത് എന്നാണ്. മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മനനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ഉപനിഷത്ത് മന്ത്രങ്ങളാണ്. ഈ ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ശ്ലോകത്തിനെ രചനയായിട്ടാണ് പരിഗണിക്കുക, ഒരാളുടെ രചനയാണ്. മറ്റത് രചനയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല, അത് ദർശനമാണ്. അങ്ങനെയുള്ള ദാർശനികങ്ങളായിട്ടുള്ളതിനെയൊക്കെ മന്ത്രങ്ങളെന്നും രചിക്കപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ശ്ലോകങ്ങളായിട്ടാണ് മനസ്സിലാക്കുക. അറിയാതെ വന്നു പോയപ്പോൾ അത് പറഞ്ഞതാ. ശരി, അപ്പോൾ ഈ ശ്ലോകസംഖ്യ 7-ാമത്തെ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. ഈ ശ്ലോകം അറിയാത്ത ഒരാളും ഭൂമി മലയാളത്തിൽ ഉണ്ടാവും തോന്നുന്നില്ല. മലയാളത്തിലല്ല, എല്ലായിടത്തും ഉണ്ട് ഈ ശ്ലോകം. അതിന്ന ജാതിക്കാരൻ മതക്കാരൻ എന്നൊന്നുമില്ല, വിശ്വാസി അവിശ്വാസി എന്നില്ല. ഈ ശ്ലോകം കേൾക്കാത്തവർ, ഈ ശ്ലോകം ഹൃദിസ്ഥമാക്കാത്തവർ വിരലിൽ എണ്ണിയെടുക്കാവുന്നവരാണ്. കാരണം യേശുദാസ് ഇത് മനോഹരമായിട്ട് പലതിൻ്റെ ടൈറ്റിൽ സോങ് ആയിട്ട്, സിനിമയുടെ ടൈറ്റിൽ സോങ്ങും പല സന്ദർഭങ്ങളിലും ഇത് ധാരാളം പാടി പറയപ്പെട്ടിട്ടുള്ള ശ്ലോകമാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ആണ് ആകെ കുഴപ്പത്തിലായിരിക്കുന്നത്. ഇതാണ് ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. മഹാഭാരത സീരിയലൊക്കെ തുടങ്ങുമ്പം ശംഖുവിളി യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ദാസേട്ടൻ്റെ ആണെങ്കിൽ വേറൊരു ഗംഭീര സ്റ്റൈലിൽ, ഇങ്ങനെ ഓരോരുത്തരും മാറ്റുരച്ചിട്ടുള്ള ശ്ലോകമാണിത്. ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥമായിട്ട് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് ഭാരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ, അങ്ങനെ ഒക്കെ അർത്ഥം പറഞ്ഞിട്ടുള്ള ഗടാഗടിയന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഭാരതത്തിൽ എപ്പോഴൊക്കെയാണോ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി ഭാരത, ഭാരതത്തിൽ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ചുതി ഉണ്ടാവുന്നുവോ, അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം, അപ്പം ഞാൻ അവതരിക്കും. എന്നിട്ടോ ഈ ധർമ്മഗ്ലാനി ഉണ്ടാക്കുന്നവന്മാരെ എല്ലാം തല്ലി ഞാൻ ശരിയാക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം, ഈ ഇവരന്മാരെ എല്ലാം ഞാൻ അടിച്ച് ലെവലാക്കാൻ വേണ്ടി ഞാൻ വരും. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതിങ്ങനെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ചിലരാണെങ്കിൽ ഇങ്ങനെ പറയും ഞാൻ അതിൻ്റെ ആളാണ്. മറ്റു ചില നേതാക്കന്മാരെ പറയും ഇത് നമ്മുടെ ഇതിൻ്റെ ആളാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിക്കണം, 4 അക്ഷരം, എന്നിട്ട് വേണം. ഇത് ഏതെങ്കിലും ഇങ്ങനെ അവതരിക്കാൻ വന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്, ശ്ലോകത്തെ മനസ്സിലാക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ ശ്ലോകം പിടികിട്ടും.
ഇത് ആളെ തല്ലിക്കൊല്ലാൻ വേണ്ടി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത ഒരു ശ്ലോകമല്ല. നീ പോയി നാളെ ആളുകളെ തല്ലിക്കോ, ഇന്ന് ആളുകളെയൊക്കെ തല്ലിക്കോ, എന്നിട്ട് ഈ ശ്ലോകം ചൊല്ലിയാൽ മതി, ഞാൻ ഈ സനാതനധർമ്മ സംരക്ഷകനാണ്, ഈ സനാതനധർമ്മത്തിന് ആരാണോ വെല്ലുവിളി ഉണ്ടാക്കുന്നത് അവന്മാരെയൊക്കെ അടിച്ചോളാനുള്ള ലൈസൻസ് എൻ്റെ ഭഗവാൻ ഗീതയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ശരിയാണ്. എന്താ പറയണത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നത്? എപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവും. ആ സമയം മാത്രമല്ല, അധർമ്മസ്യ അഭ്യുത്ഥാനം, ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ അധർമ്മത്തിന് ഉയർച്ചയുണ്ടാവും. അങ്ങനെ അധർമ്മത്തിന് ഉയർച്ചയുണ്ടാവുമ്പോൾ തഥാ, അപ്പം ഞാൻ ഒരു വരിയുണ്ട്, ഒരു കഷ്ണം വാചകം, ആത്മാനം സൃജാമീന. ആത്മാവിൽ ഞാൻ അവതരിക്കുന്നു. ഏതെങ്കിലും ഭൂപ്രദേശത്താണ് എന്നല്ല പറഞ്ഞത്. ആത്മാനം അഹം സൃജാമീന, ഞാൻ ആത്മാവിൽ അവതരിക്കുന്നു. എന്തിനാ ഞാൻ അവതരിക്കുന്നത്? എൻ്റെ അവതാര ഉദ്ദേശം എന്താ? പരിത്രാണായ സാധൂനാം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ, സദ്വൃത്തരുടെ, സദ്ഭാവങ്ങളുടെ, സത്പ്രവൃത്തികളുടെ, പരിത്രാണായ, അതിനെ സംരക്ഷിക്കുന്നതിനായിട്ട്. പിന്നെയോ ദുഷ്കൃതാം എന്നുള്ളതിന് ദുഷ്ടന്മാരെ എന്നല്ല, ദുഷ്ചെയ്തികളെ, മറ്റേതോ സത്ചെയ്തികളെ, സത്കർമ്മത്തെ, ദുഷ്കർമ്മത്തെ. അപ്പം ഈ ദുഷ്കർമ്മത്തെ വിനാശായ, അതിൻ്റെ നാശത്തിനായിക്കൊണ്ട്. ഇത് നമ്മൾ ദുഷ്ടന്മാരെ തല്ലിക്കൊല്ലുന്നതിന് നാക്കിയ കാര്യങ്ങളാകെ മാറിപ്പോവും എന്ന് പറയാൻ കാരണം, അങ്ങനെ മാറിയാൽ വലിയ പ്രശ്നമാണ് നാട്ടിലെ. അതാണിപ്പോൾ നാട്ടിലെ പ്രശ്നവും. എന്താണ്? നമ്മളാണ് ഓരോ നിശ്ചയിക്കുന്നത് ഇവിടെ ദുഷ്ടനാര്, തല്ലിക്കൊല്ലേണ്ടവനാര് എന്നൊക്കെ ഉള്ളത്. അപ്പം നാട്ടിലെ എല്ലാ തോന്നിവാസങ്ങൾക്കും സനാതനധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് എന്നൊരു പേരിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സനാതനധർമ്മത്തെ ഇപ്പോൾ തമിഴ്നാട്ടിൽ അടുത്ത കാലത്തൊരു നേതാവ്, രാഷ്ട്രീയ നേതാവ്, സനാതനധർമ്മം, ഈ സനാതനികളെ അത് നശിപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഈ നശിക്കാത്ത ധർമ്മത്തെയാണോ? അതിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ നശിക്കുന്നതാണോ? അങ്ങനെയുള്ളതല്ലല്ലോ ഗീത പറഞ്ഞത്. അപ്പോൾ ഈ സനാതനത്തിൻ്റെ പേരിൽ ആ അക്കൗണ്ടിൽ ചിലർ ഇതിനെ പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് നിങ്ങൾക്കൊരാളെ ഒരു ബസ് സ്റ്റോപ്പിലിട്ട് തല്ലണം. നാട്ടിൽ നടക്കുന്ന ഈ കാര്യമൊക്കെ. നിങ്ങൾക്കൊരാളെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരസ്യമായിട്ട് തല്ലണം. വേറെ ചാൻസ് ഒന്നുമില്ല. അയാളെ വീട്ടിൽ പോയാലോ അവിടെ ഇവിടെയൊന്നും കിട്ടില്ല, പെട്ടെന്ന് തല്ലേണ്ടതാണ്. അയാളാണെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, ബസ്സിന് കാത്ത് നിൽക്കുക, അവിടെ ഇട്ട് പൂശണം. എങ്ങനെ പൂശും? നാട്ടുകാരെ ഇടപെടില്ലേ? നമുക്കും കിട്ടില്ല അടി? ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നീ അവിടെ നിൽക്കുക, ഞാനിപ്പുറത്ത് നിൽക്കുക, അങ്ങനെ നമ്മൾ 3-4 ആൾ പരിചയമില്ലാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുക. ഞാൻ ഇയാളുടെ അടുത്ത് പോയിട്ട് ഓരോന്ന് ചോദിക്കാം. പരിചയമില്ലാത്ത ഒരുത്തൻ പറഞ്ഞു, ഞാൻ അയാളോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം, എന്നിട്ട് ഞാൻ അടിക്കും, കൂട്ടത്തിൽ നീയും വന്ന് അടിക്കുക, നമുക്ക് പൊതിരെ അടിക്കുക. അപ്പോൾ എന്തു പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സ് ഇയാൾ പോക്കറ്റ് അടിച്ചു എന്ന് പറയാം. പോക്കറ്റ് അടിക്കാരൻ എന്നുള്ള പേരിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നവരൊക്കെ, കയ്യൂക്കുള്ളവനൊക്കെ അടിച്ചോളും. അല്ലാത്ത കാര്യത്തിന് അടിക്കാനൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.
ശരിയായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടികൂടാൻ പോയാൽ. അപ്പോൾ ഇവൻ പോക്കറ്റടിക്കാരനാണ് എന്ന് ആദ്യം ഒരു മുദ്ര കുത്തുന്നു, എന്നിട്ടോ അവനെ തല്ലുന്നു. അപ്പോൾ ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ ഈ വിഷയം വളരെ നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. ഇപ്പോൾ സനാതനധർമ്മം ഏറെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇത് പറയുന്നത്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഗാന്ധിജി അതിൽ ഇടപെടുന്നുണ്ടല്ലോ. 1925, 26, 24, 25, 26, അതെ ആ വർഷമാണെന്നാണ് നമ്മുടെ ഓർമ്മ വരുന്നത്. എന്തായാലും ഒരു വർഷം നീണ്ടു നിന്ന ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമരമാണ്. അപ്പോൾ എന്താ ഗാന്ധിജിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് എന്താണെന്നറിയോ? ഇതേപോലെയാണ്. നിങ്ങൾ ഈ സനാതന ധർമ്മത്തിനെതിരായിട്ടാണ് ഈ ക്ഷേത്രപ്രവേശനം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊക്കെ ശങ്കരാചാര്യരുണ്ടാക്കിയ നിയമമാണ് എന്ന് പറഞ്ഞൊരു പുസ്തകവും അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഗാന്ധിജിക്ക് ഒരു പുനർചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ടായി. അപ്പോഴാണ് ഗാന്ധിജി ആ പുസ്തകം വിനോബാജിയെ കൊണ്ട് നോക്കാനും പറഞ്ഞ് കേളപ്പജിയെ ഏൽപ്പിക്കുന്നത്. കേളപ്പജി അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കേളപ്പജി അത് ആഗമാനന്ദ സ്വാമികളെ ഏൽപ്പിക്കുന്നു. പല പ്രഭാഷണത്തിൽ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആളുകൾ ഈ ചരിത്രം മറന്നുപോയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിനെ ഈ രീതിയിൽ മനസ്സിലാക്കാത്തവരോ ആണ്. അപ്പോൾ കേളപ്പജി ഇത് കേരളത്തിലെ അന്നത്തെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ മിഷന് കേരളത്തിൽ ആശ്രമം സ്ഥാപിക്കുന്ന കാലടി അദ്വൈതാശ്രമം സ്ഥാപിച്ചിട്ടുള്ള ആഗമാനന്ദ സ്വാമികൾ. സ്വാമിജി വലിയ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്. ഈ സ്വാമിജിയാണ് ഇത് ഏൽപ്പിക്കുന്നത്. ആ സ്വാമിജി ഇത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ശങ്കരാചാര്യരുടേതല്ല. ശങ്കരാചാര്യരുടെ അക്കൗണ്ടിൽ മൂപ്പർക്ക് നാട്ടിൽ നടത്തേണ്ടുന്ന തോന്നിവാസങ്ങളെയൊക്കെ, അനാചാരത്തെ, അന്ധവിശ്വാസത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മൂപ്പർ എഴുതിയുണ്ടാക്കിയതാണ്. ഏതാണ്? ഒരു ചെങ്ങന്നൂർ ശങ്കരശാസ്ത്രി വളരെ മോശമായ ഭാഷയിൽ, മോശമായെന്ന് പറഞ്ഞാൽ ആഗമാൻ സ്വാമിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുണ്ടല്ലോ, മൂർഖൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമിജി കണ്ടെത്തി ആരാ ഇത് ചെയ്തതെന്ന്. ശുദ്ധ അസംബന്ധമാണ്. അക്ഷരപശകല്ല, അതിലെ സംസ്കൃതത്തിലെ അതിൻ്റെ സംസ്കൃത ഭാഷ തന്നെ ആ പ്രാവീണ്യമില്ലാത്ത ആൾ ചെയ്തിട്ടുള്ള ഒരു പണിയാണ് എന്ന് കണ്ടപ്പോഴാണ് ഇത് ശങ്കരാചാര്യരുടെ അല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അതിനൊരു തീർപ്പുണ്ടാക്കിയത് ശങ്കരാചാര്യരുടേത് അല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസാണ് ഇപ്പോഴും ശങ്കരാചാര്യരുടെ ഇതെന്നും പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ പ്രമാണമാക്കി സ്വീകരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് സനാതന ധർമ്മമാണോ? ശുദ്ധ അസംബന്ധം, തോന്നിവാസം, തെമ്മാടിത്തരം. പക്ഷേ ഏത് അക്കൗണ്ടിലാണ്? സനാതന ധർമ്മത്തിൻ്റെ അക്കൗണ്ടിലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ വെടിപൊട്ടിക്കൽ, ആന തുടങ്ങിയിട്ടുള്ള എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ അതിന് ഇങ്ങനെ ഒരു കവർ ഇട്ട് കൊടുത്താൽ മതി, സനാതനം എന്ന്. അപ്പം അത് സനാതനമല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ കോണ്ടക്സ്റ്റിലാണ് നമ്മളത് എടുക്കേണ്ടത്. ഇത് വലിയ പ്രശ്നങ്ങളാണിത്. ഇവരിത് പിന്നെ എന്താ, ഇപ്പോൾ നിങ്ങളോട് ഈ ധർമ്മം പറഞ്ഞു തരുമ്പോൾ ഈ ധർമ്മം പറയുന്ന ഒരു പഠിച്ച ഒരാൾ എന്ന നിലയിൽ നമുക്കുള്ള അനുഭവം അങ്ങനെയാ. ഇയാൾ സന്യാസിയൊന്നുമല്ല, ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇയാൾ ഹിന്ദു ധർമ്മത്തെ ദ്രോഹിക്കാൻ വന്ന ആളാണ്. എളുപ്പമായല്ലോ കാര്യം എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ബ്രാൻഡ് ചെയ്യും. ആ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അങ്ങനെ വിരോധിക്കുക. എന്നാൽ സനാതന ധർമ്മത്തിൽ നിന്ന് ഉദ്ധരണികളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അപ്പം ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊള്ള ചെയ്യണോ? കൊള്ള ചെയ്യണമെങ്കിലും അതിന് മതത്തിൻ്റെ ഒരു ലേബിൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ കൊള്ള നടക്കും. അപ്പം എന്താ, ഇന്ന കലാപത്തിൽ എന്തൊക്കെ പേരിൽ വർഗീയ ലഹളകളിൽ, ഹിന്ദു മുസ്ലിം വർഗീയ ലഹള എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിൽ, കേരളത്തിൽ അത്ര ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊക്കെ പലതും ഉണ്ടല്ലോ. അവിടെയൊക്കെ ഇന്നെന്ന മതത്തിൻ്റെ ആളുകളുടെ സകലതും കൊള്ളയടിക്കപ്പെട്ട്
പോകുന്നത് ഏത് അക്കൗണ്ടിലാണ്? മതത്തിൻ്റെ അക്കൗണ്ടിൽ. മതത്തിൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഉണ്ടോ? അപ്പോൾ അതൊക്കെ ആ അക്കൗണ്ടിലിടും. അവർക്ക് പറയാൻ ഇതേപോലെ കൃഷ്ണൻ കംസനെ കൊന്നിട്ടുണ്ട്, ഇന്നാളെ രാമൻ രാവണനെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറയുമ്പം പാവങ്ങൾ, വലിയ വിവരവും ഇതൊന്നും ഇല്ലാത്തവർ, അത് ശരി, അപ്പോൾ അത് അങ്ങനെയാണെന്ന് പറയും. അതുകൊണ്ടാണല്ലോ ഈ ശിവകാശി കലണ്ടറിൽ ഉണ്ടാക്കിയ രാമൻ, അതുപോലെയുള്ള രാമനെയും സീതയെയും ഒക്കെ ഈ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകപ്രകാരം യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോ ജന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനു വർത്തതേ എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം ശ്രേഷ്ഠന്മാർ എന്ത് ആചരിക്കുന്നോ അത് ലോകരും ആചരിക്കുമെന്ന്. അപ്പോൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ, അതായത് നമുക്കൊക്കെ ആരാധ്യരായിട്ടെന്ന് കരുതുന്ന വലിയ വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അപ്പോൾ അവരൊക്കെ പരസ്യമായിട്ട് ഈ ശിവകാശി കലണ്ടറിലൊക്കെ ഉണ്ടാക്കിയവന്മാരെ പോയിട്ട് അവർ വേഷം കെട്ടി അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ ആരതി ഒഴിഞ്ഞ് അവരെ നമസ്കരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അപ്പോൾ അവർ വിചാരിക്കണത് എന്താണ്? ഇത്തരം കാര്യങ്ങളാണ്, ഇതൊക്കെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്നല്ലേ? അതൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണോ? ഇതെല്ലാം ഈ അക്കൗണ്ടിലാണ്. അപ്പോൾ ആളുകൾ കരുതുന്നത് എന്താണ്? ഇതാണ് സനാതനം എന്ന്. ഇത് സനാതനമൊന്നുമല്ല, ഇത് ശുദ്ധ തോന്നിവാസവും തെമ്മാടിത്തരുമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. ഇതിന് സനാതനമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സനാതനത്തെ സംരക്ഷിക്കുന്ന കാര്യമല്ല ഇവിടെ കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ അക്കൗണ്ടിൽ ഇടരുത്. അതിനാ ഇത്ര ആമുഖം പറഞ്ഞത്. പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ, അധർമ്മത്തിന് ഉദ്ധാരണം ഉണ്ടാവുമ്പോൾ എവിടെയാണ് ഈ ധർമ്മനാശം ഉണ്ടാവുന്നത്? 2-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധർമ്മനാശം, ധർമ്മത്തിന് ച്യുതി ഉണ്ടാവുന്നത് ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല. ആണോ? അല്ല. ഏത് ലോകത്തിലെ ഏത് വലിയ സംഭവങ്ങൾ നിങ്ങൾ എടുത്തോളൂ. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ നമ്മൾ പറയുമല്ലോ, 9/11 തകർത്തത്, അതാ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഉണ്ടായതാണോ? അല്ല. ചില ആളുകളുടെ മനസ്സിലാണ് അതുണ്ടായത്. എല്ലാ നശീകരണ പ്രവൃത്തികളും ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലാണ്. ധർമ്മത്തിൻ്റെ ച്യുതി സംഭവിക്കുന്നത് അവിടെയാണ്. പിന്നെയാണ് അത് ബാഹ്യലോകത്തിൽ എവിടെയാണ് ഈ നഷ്ടക്കച്ചവടം വരുന്നതെന്ന് പറയുന്നത്. ഒരു ക്ഷത്രിയന് ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവൃത്തിപഥത്തിൽ എത്തിപ്പിക്കേണ്ടുന്ന മനുഷ്യനിൽ ധർമ്മത്തിന് പകരം അധർമ്മം വന്നാലോ? അപ്പം ഇവിടെ അധർമ്മം ഉണ്ടാകുമെന്നെങ്ങനെയാണ് പറഞ്ഞത്? 2-ാം അധ്യായത്തിൽ ഗാന്ധിജിയെ വിസ്മയിപ്പിച്ച ഭഗവത്ഗീതയുടെ ശ്ലോകം, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഒരുത്തൻ അധർമ്മം ഉണ്ടായിട്ട് ആ അധർമ്മി നശിക്കുന്നത് എങ്ങനെ? അവനും നശിക്കും, ലോകത്തെയും നശിപ്പിക്കുന്നത് എങ്ങനെ? അപ്പം എന്നാൽ ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞത് എങ്ങനെയാ? ഈ അധർമ്മിയെ നേരിട്ട് തല്ലിക്കൊല്ലാൻ ഒരു ഭഗവാൻ അവതരിക്കുന്നതാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഒരാൾ അവതരിക്കാനും പോണില്ല. അങ്ങനെ അവതരിക്കാനാണെങ്കിൽ ഇങ്ങോർക്ക് എത്രയോ അവസരങ്ങൾ കിട്ടി, വെറുതെ കളഞ്ഞതാണ്. ഇപ്പോഴും ഉണ്ട്. ആ മണിപ്പൂരിലൊക്കെ അവതരിക്കായിരുന്നല്ലോ, പണ്ട് ഗുജറാത്തിൽ അവതരിക്കാമായിരുന്നല്ലോ, എവിടെയൊക്കെ. എന്തിനാപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ എണ്ണി പറയുന്നത്? എവിടെയൊക്കെ, അമേരിക്കയിലും ഇറാനിലും ഇറാഖിലും ഇസ്രായേലിലും പലസ്തീനിലും ക്രിസ്തുദേവൻ ജനിച്ച സ്ഥലമാണ്.
രണ്ട് മതസ്ഥർക്കും ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പലസ്തീൻ, ഇസ്രായേൽ. രണ്ടും അടുത്തെന്ന് പറയാൻ രണ്ട് ഒരു വീടിൻ്റെ രണ്ട് മുറികളെ പോലെയല്ലേ. ലോകത്തിലെ പ്രധാനപ്പെട്ട പല മതങ്ങളുടെയും വളരെ വിശേഷപ്പെട്ട പലതും ഇരിക്കുന്ന സ്ഥലമാണ് ഈ ഇസ്രായേലും പലസ്തീനും. അവിടെ ഇതുവരെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഇവന്മാരെയൊന്ന് നേരെയാക്കി കോംപ്രമൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവമില്ല എന്ന് യുക്തിവാദികൾ പറയുമ്പോൾ ശരിയാണെന്ന് പറയാൻ വേറൊരു കൂട്ടരും. എന്തുകൊണ്ടാണ്? അതിനെ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് ദേശത്തുനിന്ന് കാലത്തുനിന്നൊക്കെ വിട്ട് വേറെ എവിടെയോ മൂപ്പരിങ്ങനെ പോയി ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നതും ഞായറാഴ്ച പ്രാർത്ഥിക്കുന്നതും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക നാളികേരം എറിയുന്നതിൻ്റെയൊക്കെ കണക്കെടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മൂന്നാൾക്കാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോരോ മതങ്ങൾക്ക് ഓരോരോ ദൈവങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണക്കെടുക്കുകയാണ്. ഇതാ രാഘവൻ എത്ര തുലാഭാരം നടത്തി, ഇത്രത്ത ആൾക്കാരുടെ ഇവൻ്റെ തുലാസ് ഇവൻ ശരിയല്ല, അതുകൊണ്ട് തുലാസോടെ പൊട്ടി താഴെ വീഴട്ടെ. മറ്റവൻ ഒരു കിരീടം വെച്ചു, അപ്പോൾ ആ കിരീടം ഇവൻ കള്ളനാണ്, അതുകൊണ്ട് ആ കിരീടം താഴെ വീഴട്ടെ. ഇങ്ങനെയൊക്കെ കണക്കെടുക്കുകയും അതിന് പ്രതികാരം ചെയ്യുന്ന ഒരാളാണ് ദൈവം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെക്കാൾ വലിയ മണ്ടൻ വേറെ ആരും ഉണ്ടാവില്ല. ചിലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു, അവർ വിശ്വസിക്കട്ടെ. ഗീതയിലേതായാലും ഭഗവാൻ പറഞ്ഞ ഹൃദയശേ തിഷ്ഠതീന, ഞാൻ അവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്നിട്ടാണ് ഇത് അവതരിക്കുക. നമ്മൾ എന്ത് വേണ്ടാതീനം നമ്മൾ ആലോചിക്കുമ്പോഴും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മളെ 4 തെറി എഴുതണം എന്ന് തോന്നുമ്പം തന്നെ ഒരാൾ നിങ്ങളോട് പറയും വേണ്ടടാ അതൊന്നും ശരിയല്ല എന്ന് പറയും. എന്നാലും കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതണം തോന്നുന്ന ആരാ? അപ്പോൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരവതാരമുണ്ട്. ആ അവതാരത്തെ നമ്മൾ അവഗണിക്കുന്നു. അതാണ് ഇവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത്. ഈ യോഗത്തിൻ്റെ നഷ്ടം എവിടെയാണ് സംഭവിക്കുന്നത്? ഈ യോഗം പ്രകടമാകുന്നത് എവിടെയാണ്? രണ്ടും ഒരു ഇടമാണ്. അതാണ് ഈ ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും. അതിഗംഭീരമായ ശ്ലോകമാണ്. ഇത് ഏതോ കാലത്ത് ആരെയോ വന്നിട്ട് ഇടപെട്ട് ഇങ്ങനെയാക്കുമെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്ന ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭൂലോക തോൽവിയാണ്. കാരണം ഇതിലും വലിയ ചില ഭക്തന്മാർ പറയുന്നത് പോരാ, അധർമ്മം ഇനിയും കൂടാനുണ്ട്. ഇനി എങ്ങോട്ട് കൂടാനാണ്? പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുമ്പോഴും ഓരോരുത്തരെ എന്തൊക്കെ പീഡനങ്ങളുടെ തോത് കൂടാഞ്ഞിട്ടാണോ? അങ്ങനെ ഭക്തന്മാരിൽ ചിലർ പറയുന്നത് ഇത് ഇത്രയൊന്നും പോരാന്ന്. ഇതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തുമ്പോൾ മൂപ്പര് വരും അത്ര. അപ്പോൾ വന്നിട്ട് എന്താ കാര്യം? ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ മൂന്നാം ലോക യുദ്ധത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, പക്ഷെ 4നെ കുറിച്ച് വേണേൽ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവില്ല. 3ഓടുകൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൂപ്പര് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവതരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭൂലോക തോൽവിയാണ് കൃഷ്ണൻ, സംശയമൊന്നും വേണ്ട. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളൊരു അധർമ്മം ചെയ്യാൻ നിങ്ങളൊരു പദ്ധതി ആസൂത്രണം ചെയ്യുക. ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ആ പദ്ധതി സീരിയസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ വേണ്ട ഇത് കുഴപ്പത്തിനുള്ളതാണ് എന്നൊരാൾ പറയുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാം. ഏത് വഴിക്ക്? ഒന്നുകൂടെ. അതല്ല ഉള്ളിലിരുന്ന ഒരാൾ വേണ്ട 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 ഇതങ്ങനെ നമ്മൾ വെറുതെ പോയിട്ട് കുഴി ചാടണ്ട, അല്ലെങ്കിലും അത് തെറ്റാണ്, അങ്ങനെ ഒരു അന്യന് ദ്രോഹം ഉണ്ടാക്കുന്ന എന്തിനാ വെറുതെ, നമുക്കില്ലെങ്കിലും പോട്ടെ എന്നുള്ളിലിരുന്ന ഒരാൾ പറയും. ഒരു പെൻസിൽ മോഷ്ടിക്കുന്ന കാര്യത്തിലാണെങ്കിലും പറയും വേണ്ട എന്ന്. പക്ഷെ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അതാണ് ഭഗവാൻ പറയുന്ന നഷ്ടം. അത് അനുവർത്തിക്കുമ്പോഴോ പ്രവൃത്തിയിലൂടെ കരചരണങ്ങളിലൂടെ ലോകത്തിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. അപ്പോൾ പരിത്രാണായ സാധൂനാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്പ്രവൃത്തികൾക്ക്, അതിൻ്റെ പരിരക്ഷയ്ക്ക്, ദുഷ്ചെയ്തികളുടെ ആരുടെ? നമ്മുടെ തന്നെ ദുഷ്ചെയ്തികൾക്ക് അന്ത്യമുണ്ടാക്കുന്നതിന് അവൻ അറിവായി അരുത് എന്ന് നമ്മളോട് പറയും. ഇത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന്, സനാതന ധർമ്മത്തെ, അതാണ് സനാതനം. അല്ലാതെ നിങ്ങൾ ഈ അക്കൗണ്ടിൽ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങളൊന്നും സനാതനമല്ല.
സനാതനം മനുഷ്യന് നന്മയേകുന്നതാണ്, അത് മനുഷ്യനെ വിഭജിക്കുന്നതല്ല. നിങ്ങളുടെ എല്ലാ വിഭജന ശാസ്ത്രത്തിനും സനാതനത്തിൻ്റെ ആ അക്കൗണ്ടിൽ പെടുത്തുന്നത്. ശങ്കരാചാര്യരുടെ അക്കൗണ്ടിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ തന്നെ ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല, വേദം കേട്ട അവൻ്റെ ചെവിയിൽ ഈയൊഴിക്കണം, അത് സനാതനാണോ? എന്തൊക്കെ വൃത്തികേടുകൾ എഴുതി വച്ചിരിക്കുക, മൂപ്പരുടെ അക്കൗണ്ടിൽ തിരികെ കയറ്റി വച്ചിരിക്കുക. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തു. ചണ്ടാളിനോട് മാറു എന്ന് പറഞ്ഞപ്പോൾ ആ ചണ്ടാളിനെ ശിവനാക്കിയിട്ട് സംഗതി വീണ്ടും തുടർന്നു കൊണ്ടുപോയ വിദ്വാന്മാരാണ്. അപ്പോൾ ഇതിപ്പോൾ ശങ്കരാചാര്യർ എന്ത് കഴിച്ചു? ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജാതി കോമരമാണ്. എന്തുകൊണ്ടാണ്? കാരണം മൂപ്പരുടെ അക്കൗണ്ട് വഴിയാണ് ഇവർ പലതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ശ്രീനാരായണ ഗുരുദേവൻ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ അനുയായികളിൽ പലര് ജാതി ചോദിക്കാം, ജാതി പറയാം, ജാതി ചിന്തിക്കാം എന്ന് പറയുന്നവരില്ലേ? അതിന് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് കഴിച്ചു? അതൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ്റെ അക്കൗണ്ടിലിടുവേ. ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്നായി പറഞ്ഞിട്ടുള്ളൂ ഗുരുദേവൻ. കുപ്പിയിലാക്കി വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. സനാതനം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഏതും നമുക്ക് അതിനെ ജനങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആ അക്കൗണ്ടിലൂടെ വിറ്റഴിക്കാൻ എക്കാലത്തും ഒരു കൂട്ടരുണ്ടായിട്ടുണ്ട്. അത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക. അത് ലോകം മുഴുവനുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനുണ്ടത്. അത് ഹിറ്റ്ലറും മുസോളനിയും ഗിൽബസും അവരൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ഇതിലിനി വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ട്. അർജുന, നീ തയ്യാറായിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.